അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ വെടിഞ്ഞ് ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല എന്നല്ല, അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കാൻ അർഹൻ, പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ അള്ളാഹുവാണ്. അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു, അവനെ ആരും സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ അവർക്കുണ്ടാവേണ്ട ഒരു കാര്യം, ഗുണം, അവരെന്തിനെങ്കിലും സൃഷ്ടിക്കണം. മറിച്ചിവിടെ സംഭവിക്കുന്നത്, ഈ കൃത്രിമ ദൈവങ്ങൾ, മലക്കുകളോ ജിന്നുകളോ പിശാചുക്കളോ മരം കൊണ്ടോ മണ്ണോ കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളോ ഏതായിരുന്നാലും ശരി, അവരൊന്നും യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. അവരാണെങ്കിൽ മറ്റൊരു ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ടവരുമാണ് അത്. അപ്പോൾ അള്ളാഹുവിനെ വെടിഞ്ഞ് ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്നതിൻ്റെ വിവക്ഷ, പ്രവാചകന്മാർ, വലിയകൾ, രക്തസാക്ഷികൾ, പുണ്യാത്മാക്കൾ തുടങ്ങിയ അസാധാരണ മനുഷ്യർ തന്നെയാണെന്ന് വ്യക്തമാണ്. അവരെ ആപത്ത് ദൂരീകരിക്കുന്നവർ, ആവലാതികൾ ശ്രവിക്കുന്നവർ, ദാരിദ്ര്യമകറ്റുന്നവർ, ക്ഷേമമരുളുന്നവർ തുടങ്ങിയ വ്യത്യസ്ത വിശേഷണങ്ങൾ നൽകി പ്രാർത്ഥിക്കാറുണ്ട്. അറബികളിൽ ഇത്തരത്തിലുള്ള ആരാധ്യന്മാരുണ്ടായിരുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല. അവരുടെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ തരത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നു. വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസർ എന്നിവ സച്ചരിതരായ ആളുകളുടെ പ്രതിമകളായിരുന്നുവെന്ന് ബുഖാരി ഇമാമ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഈസാഫ്, നായില എന്നതും മനുഷ്യരായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും പറയുന്നു. ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ലാത്ത, മനാത്ത, ഉസ്സ എന്നിവയെ സംബന്ധിച്ചുമുണ്ട്. ലാത്തയും ഉസ്സയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായിരുന്നു. അള്ളാഹു തണുപ്പുകാലം ലാത്തയുടെ കൂടെയും ഉഷ്ണകാലം ഉസ്സയുടെ കൂടെയുമാണ് കഴിച്ചു കൂട്ടിയവരെന്നും അന്നത്തെ ബഹുദൈവാരാധകർ വിശ്വസിച്ചിരുന്നു. സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ. അവർ ഈ വർണ്ണിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതനാണ്, പരിശുദ്ധനുമാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.